ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, 4-ാം രാത്രിയിൽ ഇറാനിയൻ സൈനിക താവളങ്ങളിൽ US വ്യോമാക്രമണം നടത്തി. ഇതിന് മറുപടിയായി ഇറാന്റെ IRGC, ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമിട്ടു എന്നുള്ള വാർത്തകൾ വീണ്ടും പുറത്തു വരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ഹോർമൂസിലെ വ്യാപാര കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ഇറാനിയൻ ശേഷികളെയാണ് ഈ സെൻട്രോം ലക്ഷ്യമിട്ടത്. ഇറാനിയൻ മിസൈലുകളും 33 ഡ്രോണുകളും കുവൈറ്റ് വെടിവെച്ച് വീഴ്ത്തി. ഹോർമൂസിലെ ആഗോള ഊർജ്ജ വിതരണത്തിൽ പ്രതിസന്ധിയുണ്ടെന്ന് IRGC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന വാർത്തയും നമുക്കിപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിൽ നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഇത് യുദ്ധത്തിന്റെ ഒരു ചിത്രമാണ്. റഷ്യയുടെ ഡൂംസ്ഡേ വിമാനം അവിടെ പറക്കുക മാത്രമല്ല ചെയ്തത്, അതിന്റെ മുകളിൽ എത്തുക മാത്രമല്ല ചെയ്തത്. റഷ്യയുടെ ഡൂംസ്ഡേ വിമാനം ഇപ്പോൾ ഇറാനിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് റഷ്യ ഡൂംസ്ഡേ പ്ലെയിൻ ലാൻഡ്സ് ഇൻ ഇറാൻ അമിഡ് കോൺഫ്ലിക്ട് സ്പാർക്സ് ക്യൂരിയോസിറ്റി എന്നുള്ളതാണ് നമ്മുടെ NDTV അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഓഫൻ റെഫർ ടു ഇറ്റ്സ് ന്യൂ മീഡിയ ആസ് ദ ഡൂംസ്ഡേ പ്ലെയിൻ ദ Tu-214PU serves primarily as a specialized hardened communication node rather than the Russia primary nuclear survivable airborne command platform എന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പൊ എന്തിനാണ് റഷ്യയുടെ ഡൂംസ്ഡേ വിമാനം അവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത്? ഇത് ലാൻഡ് ചെയ്ത അടുത്ത നിമിഷം ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തി. ഞങ്ങൾ ഇറാനിൽ നിന്ന് ഞങ്ങളുടെ ട്രൂപ്പിനെ സമ്പൂർണ്ണമായിട്ട് പിൻവലിക്കുകയാണെന്ന് പറഞ്ഞു. അതിനുശേഷം ട്രംപ് നടത്തിയ മറ്റൊരു പ്രസ്താവന, ഞങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് പതിയെ ഞങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇനി ട്രംപ് കോണിയാ കടിച്ചിരുന്നപ്പം പറഞ്ഞാണെന്ന് അറിഞ്ഞുകൂടാ. ഇസ്രായേലിന് ട്രംപ് ഒരു ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ലബനനിൽ നിന്ന് തിരിച്ചിറങ്ങണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ റഷ്യയുടെ ഡൂംസ്ഡേ വിമാനം അവിടെ ഇറങ്ങിയ ശേഷമാണ് ഇവർ നടത്തിയിരിക്കുന്നത്. ആൻഡ് വാട്ട് യു തിങ്ക് അബൌട്ട് ദിസ്? അതൊരു വലിയ നീക്കമാണ് റഷ്യ നടത്തുന്നത്. നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഇപ്പോൾ നടക്കുന്ന ഈ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളിൽ റഷ്യ പിന്നോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് പിന്നോട്ട് നിൽക്കേണ്ട ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഒന്ന് അവർ സാമ്പത്തികമായി തകർന്നിരിക്കുന്നു, രണ്ട് ഉക്രൈനുമായിട്ടുള്ള യുദ്ധം. മാറി നിന്ന് കഴിഞ്ഞാൽ ലോകക്രമം കുറഞ്ഞ പക്ഷം ഈ ഏഷ്യയുടെ മേധാവിത്വത്തിൽ നിന്ന് റഷ്യ ഔട്ടാവും. കാരണം ഒരുപക്ഷെ ഇത് അമേരിക്കയുടെ ഒരു ഏകാധിപത്യത്തിന്റെ കീഴിലേക്ക് കുറെ അധികം മുമ്പോട്ട് പോകും. പിന്നെ അതിനെക്കുറിച്ച് കുറച്ച് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപക്ഷെ ബ്രിക്സിലെ വിരലിലെണ്ണാവുന്ന ബ്രസീലിനെ പോലെ, ഇന്ത്യയെ പോലെ, ചൈനയെ പോലുള്ള കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് റഷ്യക്ക് ഇത് മടങ്ങി വരാതിരിക്കാൻ കഴിയില്ല. അത് മാത്രവുമല്ല, ഉക്രൈൻ യുദ്ധകാലത്തൊക്കെ ഇറാൻ വലിയ രീതിയിൽ തന്നെ ഡ്രോണുകൾ കൊടുത്ത് റഷ്യ സഹായിച്ചിട്ടുണ്ട്. രണ്ട്, അവർ തമ്മിലുള്ള ഒരു കരാറുണ്ട്. ആ കരാറിന്റെ ഒരു പശ്ചാത്തലത്തിൽ ആദ്യം കൊടുത്തത് ഒരു വ്യക്തമായ ഒരു മുന്നറിയിപ്പാണ്. കാരണം ഇത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നേരിട്ട് മേൽനോട്ടത്തിന് കീഴിലുള്ള വിമാനമാണിത്. ആ ഒരു സൈന്യത്തിന്റെ, അതായത് നേരിട്ട് അദ്ദേഹം മേൽനോട്ടം വഹിക്കുന്ന സൈനിക ഘടകമുണ്ട്. ആ ഘടകത്തിലെ വിമാനമാണിത്. അത് വരുമ്പോൾ കൊടുക്കുന്ന മെസ്സേജ് വളരെ ക്ലിയർ ആണ്, ഞങ്ങൾ ഇറാന്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു സന്ദേശം. രണ്ടാമത്തെ ഒരു സന്ദേശം, അവിടെ ലാൻഡ് ചെയ്ത വിമാനത്തിന്റെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞിരുന്നു, പല മാധ്യമങ്ങളും പറഞ്ഞിരുന്നു. അത് കരയിലുള്ള ഇറാന്റെ കമാൻഡർ സെന്ററുകളെല്ലാം തന്നെ, ഈ കമാൻഡിംഗ് സെന്ററുകളെല്ലാം തന്നെ തകർന്നാലും ആകാശത്ത് നിന്ന് അവർക്ക് ഈ യുദ്ധത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ട്. അതുമാത്രവുമല്ല, ഇതിൽ ആയുധങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഇതിനകത്ത് റഷ്യ ഇവർക്ക് കൊടുത്ത യുദ്ധതന്ത്രം എന്ത് എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ തന്നെ പല വഴിക്ക് നീങ്ങുന്നുണ്ട്. റഷ്യയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവിടെ അവർക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഒന്ന്, ഈ മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് റഷ്യയുടെ കൂടെ നിൽക്കുന്ന അവർക്ക് ആകെ ഉള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഇറാൻ മാത്രമാണ്. മറ്റുള്ള രാജ്യങ്ങളുമായിട്ടൊന്നും അത്ര വലിയ സുഖകരമായ അവസ്ഥയല്ല. അതുമാത്രമല്ല, ഇറാനുമായിട്ടാണ് ഇവർക്ക് ബിസിനസ് ഡീലിങ്സും മറ്റും ഉള്ളത്. അതായത് ഈ ഡോളർ രണ്ട് രാജ്യങ്ങളും ഉപരോധം നേരിട്ടപ്പോൾ ഇവർ തന്നെ ഇവരുടെ പണമിടപാടുകളും മറ്റും നടത്തിക്കൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ, കാരണം നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ എണ്ണ രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അമേരിക്ക നീങ്ങുന്നത്. വെനിസുല, ഇറാൻ, റഷ്യ, ഇവിടങ്ങളിലെല്ലാമാണ് ഈ ട്രംപ് നടത്തുന്നത്. റഷ്യയും ചൈനയും ഒക്കെ വെനസുലയുമായി അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളായിരുന്നുവെങ്കിലും, മഡൂറോയുമായി അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളായിരുന്നെങ്കിലും, പക്ഷെ അവർക്കൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. അടുത്തത് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇപ്പൊ തന്നെ ഞാൻ ക്യൂബയാണ് നേരിടുന്നത്. കാരണം റഷ്യയിൽ നിന്നാണ് ഇപ്പോൾ ക്യൂബ എണ്ണയും മറ്റും വാങ്ങി ഒരു പരുവത്തിലൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവരുടെ പക്ഷത്ത് നിലനിർപ്പിക്കുന്ന രാജ്യങ്ങളിലേക്കെല്ലാം അമേരിക്ക പിടിമുറുക്കി കഴിഞ്ഞാൽ ഭാവിയിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ശാക്തിക ചേരികളിൽ ഒരു വലിയ വ്യതിയാനം ഉണ്ടാക്കും. ഇതുവരെ അങ്ങനല്ല പോയിരുന്നത്. ശീതയുദ്ധകാലത്തിന് ശേഷം ഒരു ഭാഗത്ത് അമേരിക്ക, ഒരു ഭാഗത്ത് റഷ്യയും അവരോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളുമാണ് എങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. ഈ സാധ്യതകൾ മുൻപിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വ്ളാഡിമിർ പുടിൻ വളരെ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കുകയും ഇറാനിലേക്ക് ആ വിമാനം എത്തിക്കുകയും ചെയ്തത്. അതായത് ഇറാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങളുണ്ട് എന്നൊരു വ്യക്തമായ സന്ദേശം. വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇറാന് ഞങ്ങൾ എല്ലാവിധ സഹായങ്ങളും നൽകുമെന്നുള്ള സന്ദേശം. ഇത് അമേരിക്കയും ഇസ്രായേലും ഒരുപോലെ ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഒരു സൈഡിൽ അമേരിക്കയും ഇസ്രായേലും GCC രാജ്യങ്ങളും, മറു സൈഡിൽ ഇറാൻ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു പക്ഷേ രഹസ്യമായിട്ട് ചൈനയും റഷ്യയൊക്കെ അവരെ സഹായിക്കുന്നുണ്ടാകാം.
പക്ഷെ പരസ്യമായിട്ട് ആരും സഹായിക്കാനില്ല. ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഇറാനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷെ അവിടേക്ക് റഷ്യ പോലെ ഒരു വലിയ രാജ്യം വരുമ്പോൾ അവിടെ മറ്റൊരു വലിയ വിഷയമുണ്ട്. അവരുടെ വിമാനം കിടക്കുന്ന ഖമേനി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് കിടക്കുന്നത്. ആ വിമാനത്താവളത്തിന് അടുത്തോ പരിസരത്തോ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഗതി മാറും യുദ്ധത്തിന്റെ. അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകാൻ അധികം സമയം വേണ്ട. കാരണം റഷ്യ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ അണ്ടറിലുള്ള കുറെ ആണവ റിയാക്ടറുകളുണ്ട്, ആ റിയാക്ടറുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിന്റെ കളി മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ വിമാനം ഇവിടെ കിടക്കുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അവിടെ ഒരു അറ്റാക്ക് നടത്തുക പ്രയാസകരമാണ്. അങ്ങനത്തെ ഒരു കടുംകൈക്ക് ഒരിക്കലും ട്രംപ് മുതിരുകയുമില്ല. ഇപ്പോൾ ഈ റഷ്യ കൂടി കളത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഉള്ളൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഈ യുദ്ധത്തിന് ഒരു അയവ് വരികയോ ഇല്ലെങ്കിൽ യുദ്ധത്തിന്റെ ആ ആക്രമണത്തിന്റെ പവർ കുറയ്ക്കുകയോ ഒരുപക്ഷെ അമേരിക്ക ചെയ്യേണ്ടി വരും. കാരണം മറു സൈഡിൽ ഇറാൻ ഒറ്റയ്ക്കല്ല. ഇത് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ചിലപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ ഇറാന് തുറന്നൊരു പിന്തുണ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കളി മാറും. അതുകൊണ്ട് ഇനിയിപ്പോൾ ട്രംപ് ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്രയും പെട്ടെന്ന് ഈ യുദ്ധം തീർക്കുക. അത് പെട്ടെന്ന് അടിച്ചു തീർക്കുക, ഇല്ലെങ്കിൽ ഒരു കോംപ്രമൈസിലേക്ക് എത്തുക. ഒരുപക്ഷെ ട്രംപ് ഈ ഇറാനും ഒക്കെ ഒമാനും ഒക്കെ കൂടെ ഒക്കെ ചേർന്നുകൊണ്ട് നമുക്കെല്ലാം കൂടെ സംയുക്തമായിട്ട് പിരിവിട്ട് മുമ്പോട്ട് പോകാം, ഈ ടോള് നമുക്ക് എല്ലാം കൂടെ പിരിക്കാം, 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഞങ്ങൾക്ക് എത്ര എന്നുള്ള രീതിയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. കാരണം ട്രംപ് കൈവെക്കുന്നതൊക്കെ ബിസിനസ് നോക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് അങ്ങനെ ഒരു കോംപ്രമൈസിന് സാധ്യതകൾ വളരെ കൂടുതലാണ് ഇതിൽ. ഞങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കുക. കാരണം ഇവർക്ക് അതിനകത്ത് ലീഗലി ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഇന്ത്യ അടക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പൊ അമേരിക്ക ടോള് വെച്ചാലും ഇറാൻ ടോള് വെച്ചാലും ഞങ്ങൾ അത് അംഗീകരിക്കത്തില്ല എന്നുള്ളത്. ഇതാണ് അതിനകത്ത് ഒരു ഇത്. മാത്രവുമല്ല, ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ കച്ചവടങ്ങളും വളരെയധികം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഏതായാലും റഷ്യ വന്നത് കനത്ത ഒരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കാരണം ഈ റഷ്യൻ വിമാനം ചുമ്മാതെ അവിടെ വന്ന് ലാൻഡ് ചെയ്യില്ല. അതായത് ഒരുപക്ഷെ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റുന്ന ഏതെങ്കിലും തന്ത്രങ്ങൾ ആയിരിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ യുദ്ധത്തിന്റെ, കാരണം ഇതിനകത്ത് നടക്കുന്ന ചർച്ചകൾ പുറം ലോകം അറിയില്ല. ഒരുപക്ഷെ ചാരന്മാർക്ക് പോലും അറിയാൻ കഴിയില്ല ഇതിനകത്ത് നടക്കുന്ന ഈ അങ്ങനെയും ആകാം, ഇല്ലെങ്കിൽ മാരകമായ ഏതെങ്കിലും ആയുധങ്ങൾ കൊണ്ട് എത്തിച്ചതാകാം. ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. നിലവിൽ ഈ വിമാനം അവിടെ പോകും, എന്തായാലും ആ വിമാനം അവിടെ സ്ഥിരം കിടക്കാനൊന്നും വന്നതല്ല. പക്ഷെ ആ വിമാനം കിടക്കുന്നിടത്തോളം കാലം അമേരിക്കയെ സംബന്ധിച്ച് ആ ഒരു ഭാഗത്ത് ആക്രമണം നടത്തുക അല്പം പ്രയാസകരമായ കാര്യമാണ്. കാരണം അബദ്ധത്തിൽ പോലും ഒരു അറ്റാക്ക് ഈ വിമാനത്തിന് നേർക്കോ അതിന്റെ പരിസരത്തോ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന്റെ യുദ്ധത്തിന്റെ കളം മാറുകയാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് റഷ്യക്ക് പിന്നെ മുൻപിൻ ഒന്നും നോക്കാനുണ്ടാകില്ല. പിന്നെ അവരുടെ അടുത്ത മിസൈലുകൾ പോകുന്നത് ഈ നാറ്റോ രാജ്യങ്ങൾക്ക് എതിരെയായിരിക്കും. പോളണ്ടിനോ UK-ക്കോ ജർമ്മനിക്കോ ഒക്കെ എതിരെയായിരിക്കും പോകുന്നത്. കാരണമുണ്ടല്ലോ. അപ്പം ഇതായിരിക്കും അതിനുള്ള സാധ്യതകൾ. ഏതായാലും കുറച്ചുകൂടി കളം മുറുകിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ യുദ്ധത്തിന്റെ ഈ രണ്ടാം ഫേസ് തുടങ്ങുമ്പോൾ ഒരു അപ്രതീക്ഷിതമായ ഒരു നീക്കം എന്ന് തന്നെ, ഒരു വലിയ ട്വിസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമ്മൾ പലപ്പോഴും ഒക്കെ നമ്മുടെ തലക്കെട്ടുകളിൽ ട്വിസ്റ്റ് എന്ന് കൊടുക്കാറുണ്ടെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ട്വിസ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നാളിതുവരെ റഷ്യയുടെ സ്വാധീനം ഇറാനിൽ ഉണ്ടെന്ന് പറയുമ്പോൾ പോലും അവിടെ പ്രത്യക്ഷമായി നമ്മളൊന്നും കണ്ടിരുന്നില്ലെങ്കിൽ ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെ ഇറാനിലേക്ക് റഷ്യ പറന്നിറങ്ങിക്കൊണ്ട് ഞങ്ങളുണ്ട് നിങ്ങളുടെ ഒപ്പം എന്ന് പറയുമ്പോൾ അത് നൽകുന്ന ഉത്തേജനം മറ്റു രാജ്യങ്ങൾക്ക് വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഇന്ത്യ, ചൈന, അതിനോടൊപ്പം നിൽക്കുന്ന അനവധി രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾക്കും ഇത് ഏറ്റവും കൂടുതൽ കരുത്ത് പകരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബ്രിക്സ് രാജ്യങ്ങൾക്കാണ്. ബ്രിക്സ് രാജ്യങ്ങളുടെ വലിയേട്ടൻ എന്ന് പറയുന്നത് റഷ്യ തന്നെയാണ്. ആ വലിയേട്ടൻ കളത്തിലിറങ്ങാതെ മാറി നിന്ന് കഴിയുമ്പോഴത്തേനും അതിന് മുമ്പോട്ട് അധികം പോകാൻ കഴിയില്ല. അപ്പൊ ധൈര്യസമേതം ഞാനുണ്ട്, ഞങ്ങളുടെ സഖ്യകക്ഷികളെ ആരെ തൊട്ടാലും ഞാനുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് റഷ്യ അവിടെ എത്തുമ്പോൾ സ്വാഭാവികം ബ്രിക്സ് രാജ്യങ്ങളെ സംബന്ധിച്ച് അത് വലിയ ആശ്വാസം മാത്രമല്ല, അവരെ സംബന്ധിച്ച് ആശാവഹം കൂടിയാണ്. മുൻപോട്ടുള്ള അവരുടെ പോക്കിനെ അത് ഒരുപാട് ഉത്തേജിപ്പിക്കുക തന്നെ ചെയ്യും.